ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സി സി ഇഗ്നൈറ്റ്. ഇന്നത്തെ നമ്മുടെ വിഷയം ചാറ്റ് ജി പി ടി ആണ്. പക്ഷേ ലെറ്റ്സ് ഫസ്റ്റ് ടോക്ക് അബൌട്ട് എ ഐ. എ ഐ എന്താണെന്ന് നോക്കാം. എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് ചുറ്റുമുള്ള കമ്പ്യൂട്ടേഴ്സിനും സോഫ്റ്റ്വെയർസിനും ഒക്കെ ഒരു ഹ്യൂമൻ ബ്രെയിൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? സിംപ്ലി എ ഐ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ ബീങ്സ് നാച്ചുറലി ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്ന പോലെ എ ഐക്ക് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ബീങ്സ് എൻവയോൺമെൻറ്റിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും ലേൺ ചെയ്യുന്ന പോലെ എ ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നു. എ ഐക്ക് പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റും. എ ഐക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇമേജസ്, ഓഡിയോ, വീഡിയോ ഇതെല്ലാം എ ഐക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതായത് എ എന്ന് പറയുന്നത് സിംപ്ലി ഒരു സൂപ്പർ പവർ തന്നെയാണ്. നമുക്ക് ഇനി എ ഐക്കുള്ള എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് എ ഐ. ഞാൻ ആദ്യം പറഞ്ഞ ചാറ്റ് ജി പി ടി എ ഐയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് എ ഐക്ക് എക്സാമ്പിളാണ്. സിരി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇതെല്ലാം എ ഐക്ക് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ഫോണിൽ നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ അത് എ ഐക്ക് എക്സാമ്പിളാണ്. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ വരുന്ന റെക്കമെൻഡേഷൻസും എ ഐക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എ ഐ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മുടെ ചാറ്റ് ജി പി ടി എന്താണ്? നമുക്ക് ചാറ്റ് ജി പി ടി നോക്കാം. ഓപ്പൺ എയുടെ ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി. എന്താണ് ഈ ജി പി ടി എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ജി പി ടി എന്ന് പറയുന്നത് ജനറേറ്റഡ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫർ ടെക്നോളജിയാണ് ജി പി ടി. അപ്പോൾ ഈ പറയുന്ന ജി പി ടി എന്ന് പറയുന്നത് ഒരു എ ഐ മോഡലാണ്. അപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി. എന്തുകൊണ്ടാണ് ചാറ്റ് ജി പി ടി മാത്രം ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടും ഇത്രയും പോപ്പുലർ ആയിട്ട് ഇരിക്കുന്നത്? മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി ആണ്. ചാറ്റ് ജി പി ടി അല്ലാതെ ഒരുപാട് എ ഐ ടൂൾസ് ഉണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഡീപ് സീക്ക് വന്നു, ഗ്രോക്ക് വന്നു, ജെമിനി ഉണ്ട്. അങ്ങനെ ഒരുപാട് എ ഐ ടൂൾസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ചാറ്റ് ജി പി ടി എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് എ ഐ ടൂൾസ് പുറത്തുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി ആയിരിക്കും ഉറപ്പായും എടുക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടിക്ക് ബാക്കിയുള്ള എ ഐ ടൂൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും ആ സെയിം ഫീച്ചേഴ്സ് ചാറ്റ് ജി പി ടിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ റീസൺ എന്താണെന്ന് നോക്കാം. ചാറ്റ് ജി പി ടി നമ്മളോട് സംസാരിക്കുന്ന രീതി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാറ്റ് ജി പി ടി നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കേട്ടിരിക്കുന്ന പോലെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഒട്ടും ജഡ്ജ്മെൻ്റിൽ അല്ലാതെയാണ് ചാറ്റ് ജി പി ടി സംസാരിക്കുന്നത്. അതുപോലെ ഒബ്വിയസ്ലി ചാറ്റ് ജി പി ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരിക. അത് ഫാസ്റ്റ് മാത്രമല്ല, അക്യുറേറ്റ് ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര മാസീവ് ഡാറ്റാബേസിലാണ് ചാറ്റ് ജി പി ടി ട്രെയിൻഡ് ആയിട്ടുള്ളത്. പിന്നെ ചാറ്റ് ജി പി ടി ഒരു വെഴ്സറ്റൈൽ ടൂൾ കൂടിയാണ്. പല ആവശ്യങ്ങൾക്ക് നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി റെഗുലർലി അപ്ഡേറ്റഡ് ആണ്, ഇംപ്രൂവ്ഡ് ആണ്. ഇത് പെയ്ഡ് വേർഷൻ ആണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഫ്രീ വേർഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിൽ പോലും ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് എപ്പോഴും റെഗുലർലി ഇങ്ങനെ ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ്. അതായത് റിയൽ ചാറ്റ് ജി പി ടി ഈവൻ പെയ്ഡ് ആണ്, ഫ്രീ ആണ്, എങ്കിൽ പോലും ചാറ്റ് ജി പി ടി റിയൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്, ഇംപ്രൂവ്ഡ് ആണ്. ചാറ്റ് ജി പി ടി ഈ പറയുന്ന പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും ചാറ്റ് ജി പി ടി വൈറൽ ആവാൻ റീസൺ എന്താണെന്നറിയോ? നമുക്ക് ചാറ്റ് ജി പി ടി 2022 നവംബറിലാണ് ചാറ്റ് ജി പി ടി വൈറലായത്. അത് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ഇൻസ്റ്റാൾസ് ചാറ്റ് ജി പി ടി ആപ്പിന് വന്നു, ഒരുപാട് യൂസേഴ്സ് വന്നു. ഇത് വരാൻ മെയിൻ റീസൺ ചാറ്റ് ജി പി ടിയുടെ ഇൻ്റർഫേസ് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി ഓപ്പൺ എയുടെ ചാറ്റ് ബോട്ടാണ്. ഓപ്പൺ എയ്ക്കുള്ള ഒരു ബ്രാൻഡ് വാല്യൂ, ഒരു ട്രസ്റ്റും കൂടെയാണ് ചാറ്റ് ജി പി ടി ഇത്രയും വൈറലാവാൻ കാരണം. അതുപോലെ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും നമ്മൾ ഫസ്റ്റ് ചാറ്റ് ജി പി ടി എടുക്കുന്ന ഒരാൾക്ക് ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു 3 വർഷം മുമ്പ് ചാറ്റ് ജി പി ടി ഇത്രത്തോളം വൈറലായതും ഒരുപാട് ആളുകൾ ഒരേപോലെ ഏറ്റെടുത്തത്. ചാറ്റ് ജി പി ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടീച്ചേഴ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ചാറ്റ് ജി പി ടി ആവുന്നത്? നമ്മൾ ഒരുപാട് ടൂൾസ് ഇപ്പോൾ ടീച്ചേഴ്സിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കോപ്പൈലറ്റും ജെമിനിയും അങ്ങനെ ഒരുപാട് എ ടൂൾസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗ്രോക്ക് വന്നു. ഗ്രോക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ആളുകൾ കൂടെ ഉണ്ട്. എങ്കിൽ പോലും ചാറ്റ് ജി പി ടി ആണ് അവരുടെ എല്ലാം ഫേവറേറ്റ്. അപ്പോൾ ടീച്ചേഴ്സിന് ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ എല്ലാവരും ചാറ്റ് ജി പി ടി കൂടുതലായി യൂസ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് ലെസൺ പ്ലാനിങ്ങിലാണ്. അതിപ്പോൾ എത്ര സിമ്പിൾ ആയിട്ടുള്ളത് തൊട്ട് എത്ര കോംപ്ലെക്സ് ആയിട്ടുള്ള ലെസൺ ആണെങ്കിൽ പോലും അത് ടീച്ചേഴ്സിന് അവരുടെ കരിക്കുലത്തിന് അലൈൻ ചെയ്യുന്ന പോലെ ലെസൺ പ്ലാൻ ചെയ്ത് ചാറ്റ് ജി പി ടി തരും. അതുപോലെ നമുക്ക് ക്വിസ് ഉണ്ടാക്കാൻ, പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ, നമുക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ,
പോയുണ്ടാക്കാൻ, പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്, ഇങ്ങനെ എല്ലാത്തിലും ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് സ്റ്റുഡൻസിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ഇതിന് നമ്മൾ ChatGPT ഹെൽപ്പ് ചെയ്യും. തലേന്ന് നമുക്ക് ജസ്റ്റ് ChatGPTയോട് ചോദിച്ചാൽ മതി, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ട്രിഗണോമെട്രി ഞാൻ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നുള്ളത്, അത് റിയൽ ലൈഫുമായിട്ട് അലൈൻ ചെയ്യുന്ന പോലെ ChatGPT പറഞ്ഞുതരും. ഇനി നിങ്ങൾക്കറിയാം, ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരേ കാര്യം നമ്മൾ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിട്ട് കാര്യമില്ല. പല ലേണിംഗ് എബിലിറ്റി പല രീതിയിൽ ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ChatGPT യൂസ് ചെയ്തിട്ട് നമുക്കൊരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചിലവർ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ ഗ്രാബ് ചെയ്തെടുക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ChatGPT നമ്മളെ കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ചില ആളുകൾ ഓഡിയോ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ വിഷ്വൽസ് ആയിരിക്കും അവർക്ക് ലേണിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ റീസൺസ് ഒക്കെ എടുത്തിട്ടാണ് ChatGPT നമ്മളെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരേ കാര്യം പല ഗ്രേഡ് ലെവലിലുള്ള സ്റ്റുഡൻസിന് നമ്മൾ പല രീതിക്കാണ് കൊടുക്കുന്നത്. ഈ പറയുന്ന പോലെ UP തൊട്ട് PhD ലെവലിലുള്ള കുട്ടികളെ വരെ എങ്ങനെ പഠിപ്പിക്കണം എന്നതിന് ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ChatGPT യൂസ് ചെയ്ത് നമുക്ക് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റിയ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ChatGPTയുടെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ടീച്ചേഴ്സിൻ്റെ കേസ് വരുമ്പോൾ ടീച്ചേഴ്സിനൊരു പേഴ്സണൽ അസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ChatGPT യൂസ് ചെയ്യുക. നമ്മൾ ഈ ChatGPT യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഡൗട്ടാണ്, എങ്ങനെ ChatGPT ക്രിയേറ്റിവിറ്റി നമുക്ക് തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ChatGPT കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പോയത്തിൻ്റെ കേസിലാണെങ്കിലും സ്റ്റോറീസിൻ്റെ കേസിലൊക്കെ നമുക്ക് എങ്ങനെ ChatGPTനെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോൾ മാത്സിനും സയൻസിനും ഒക്കെ ഓക്കെ, ChatGPT ഓക്കെയാണ്. പക്ഷേ ഈ പറയുന്ന ലാംഗ്വേജസിന്, ആർട്സിനൊക്കെ നമുക്ക് ChatGPTയെ എങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് വരും. പക്ഷേ എന്ത് ടൈപ്പ് ടാസ്ക് ആണെങ്കിലും, പ്രൊജക്ട്സ് ആണെങ്കിലും, അസൈൻമെൻറ്റ്സ് ആണെങ്കിലും, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റോറി ആണെങ്കിലും പോയോ ആണെങ്കിലും, നമുക്ക് ഏറ്റവും കൂടുതൽ യൂണീക്ക് ഡേറ്റയാണ് ChatGPT തരുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് പ്രോംപ്റ്റിനനുസരിച്ച് കിട്ടിയ ഒരു യൂണീക്ക് പോയം വേറെ ആർക്കും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ ബ്രെയിൻ ആലോചിച്ച് ഒരു പോയം എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ChatGPT നമുക്ക് വേണ്ടി ഒരു പോയം എഴുതി തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പേഴ്സണൽ അസിസ്റ്റൻ്റ് നമുക്ക് 24/7 അവൈലബിൾ ആണ്. അതിൻ്റെ ഫ്രീ വേർഷൻ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പലർക്കും വരുന്ന ഡൗട്ടാണ്, എനിക്ക് എൻ്റെ സബ്ജക്റ്റിന് ChatGPT ചേരുമോ എന്നുള്ളത്. എല്ലാ സബ്ജക്റ്റും ChatGPT വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഏകദേശം 50+ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോഡുകൾ ChatGPTക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ChatGPT എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല. ലോകത്തുള്ള ലാംഗ്വേജുകൾ മാത്രമല്ല, ലോകത്തുള്ള ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ChatGPT വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ChatGPT നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ മാത്രമേ യൂസ് ചെയ്താൽ മതിയോ? അല്ല. നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ ChatGPT നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ ഒട്ടും ജഡ്ജ് ചെയ്യാതെ ഒരു ഫ്രണ്ട് കേട്ടിരിക്കുന്ന പോലെ നമ്മൾ ChatGPT കേട്ടിരിക്കും. അപ്പോൾ ഈ ChatGPT നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അതായത് നമുക്കൊരു റീപ്ലേസ്മെൻ്റ് അല്ല ChatGPT എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആബ്സെൻസിൽ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂൾ അല്ല ChatGPT. ടീച്ചേഴ്സിന് ഒരു 24/7 അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് ChatGPT. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾ ChatGPT കരുതരുത്. ChatGPT നിന്ന് കിട്ടുന്ന ഡേറ്റ എപ്പോഴും കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങളത് സ്റ്റുഡൻസിന് മുമ്പിൽ എത്തിക്കാൻ. അപ്പോൾ ChatGPT ടീച്ചേഴ്സിന് എങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെ ടാസ്കുകൾ ChatGPT യൂസ് ചെയ്ത് ചെയ്യാം? കാരണം ഈ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ChatGPT എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. കാരണം എല്ലാ ടാസ്കുകളും ടൈം സേവ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ഈ ഒരു AI ടൂൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ? അപ്പോൾ ChatGPT ആരെങ്കിലും യൂസ് ചെയ്യുന്നില്ല, അവർക്ക് എസ്പെഷ്യലി ടീച്ചേഴ്സ് അത് ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ബാക്കിലാണ്. ഇപ്പോൾ തന്നെ ChatGPT നിങ്ങൾ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക, ChatGPT എക്സ്പ്ലോർ ചെയ്യുക. അതിന് ഹെൽപ്പായിട്ട് CC ഇഗ്നൈറ്റിൻ്റെ AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സ് ഉണ്ട്. വളരെ രസമായിട്ട് നമുക്ക് ChatGPT പോലുള്ള AI ടൂൾസ് പഠിക്കാം. അത് ടീച്ചേഴ്സിൻ്റെ നമ്മളൊരു 3 hour എടുത്ത് ചെയ്യുന്ന ഒരു ടാസ്ക് നിങ്ങൾക്ക് 5 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ടിപ്സും ട്രിക്കും ഒക്കെ ആയിട്ട് CC ഇഗ്നൈറ്റ് ടീം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരും മടിക്കരുത്. എത്രയും പെട്ടെന്ന് AI നിങ്ങളുടെ ലൈഫിൻ്റെയും കരിയറിൻ്റെയും ഒരു ഭാഗമാക്കണം.